الله أكبر الله أكبر. മാന്നാർ കുരട്ടിക്കാട് സ്വദേശിയായ TS ഗോപാലകൃഷ്ണൻ നായർ നടന്നു കയറുന്നത് ഇരമത്തൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്കാണ്. കഴിഞ്ഞ 27 വർഷമായി ഗോപാലകൃഷ്ണൻ നായർ ഇത് തുടരുന്നു. ഇരമത്തൂർ പള്ളിയിലെ ഒരു ദിവസത്തെ നോമ്പുതുറ ഗോപാലകൃഷ്ണൻ നായരുടെ വകയാണ്. മാന്നാറിലെ എല്ലാ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും അങ്ങനെ ഒന്നും എനിക്കല്ല. ഞാൻ ഒരു ഏക ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാണ്. എല്ലാവരും എനിക്ക് ഒരുപോലെ ഉള്ളു. ആദ്യകാലത്ത് കപ്പ വേവിച്ചതും മീൻകറിയുമായിരുന്നു നോമ്പുതുറ വിഭവങ്ങൾ. ഇപ്പോഴത് ബിരിയാണിക്കായി വഴിമാറിയിട്ടുണ്ട്. ഒപ്പം പഴവർഗ്ഗങ്ങളും. ആദ്യകാലത്ത് ഞങ്ങൾ തുടങ്ങിയപ്പോഴ് കപ്പയും മീനുമായിരുന്നു, പറയാതിരിക്കാൻ വയ്യാതെ. ഇന്ന് കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. അതനുസരിച്ച് അവരുടെ ഐഡിയ അനുസരിച്ച് ഞാൻ ചെയ്യുകയാണ്. സഹകരണ വകുപ്പ് മുൻ ജീവനക്കാരനാണ് TS ഗോപാലകൃഷ്ണൻ നായർ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമ്മളോട് കൂടുതൽ കഥ പറയും. രഘു, പലപ്പോഴും ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട്, പക്ഷേ ഇതേറെ വർഷങ്ങളായി തുടരുന്ന ഒരു ശീലമായി തന്നെ മാറിയ കാര്യമാണ്. എങ്ങനെയാണ് ആ നാടിൻ്റെ സ്നേഹം? ഈ ഗോപാലകൃഷ്ണൻ നായർ ചേട്ടൻ ഇത്തരത്തിൽ നോമ്പുതുറ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 25 നൂറ്റാണ്ടിലധികമായി. നമുക്കിപ്പോൾ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ വാർത്തയാകുന്നത്, ചില മനുഷ്യരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൂടുതൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ വ്യാപകമായി പ്രചാരണം നടത്തുന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും മനുഷ്യരുടെ ഐക്യത്തിൻ്റെയും മനുഷ്യരുടെ ഒത്തൊരുമയുടെയും മറ്റ് മതങ്ങളെ, മറ്റ് വിശ്വാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഇത് എത്രയോ കാലങ്ങളായിട്ട് മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന ഇടമാണ് നമ്മുടെ നാട്. നമുക്ക് ചില ക്ഷേത്രങ്ങളിലേക്ക് പോയാൽ അവിടുത്തെ പ്രധാനപ്പെട്ട വെടിവഴിപാടുകൾ ഉൾപ്പെടെ നടത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കരാറുകാരെന്ന് പറയുന്നത് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അല്ലെങ്കിൽ പള്ളികളുടെയൊക്കെ ബന്ധപ്പെട്ട് പള്ളികളിലൊക്കെ നടക്കുന്ന ആഘോഷങ്ങളിലൊക്കെ ഹിന്ദു കുടുംബങ്ങൾ, ക്രിസ്ത്യൻ പള്ളിയുടെ ആണെങ്കിലും മുസ്ലിം പള്ളികളെ, ഹിന്ദു കുടുംബങ്ങൾക്കൊക്കെ അവകാശങ്ങളുള്ള ധാരാളം പള്ളികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്തായാലും ഇത്തരം മനുഷ്യർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയെങ്കിലും നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി നിലനിൽക്കുന്നത്. ഇത് വരും തലമുറയ്ക്കും ഇതിനൊരു പ്രചോദനമാകട്ടെ. അവരും ഇത് കണ്ട് സാഹോദര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കുന്ന നല്ല ഒരു നാളെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. എന്തായാലും ഈ നോമ്പുകാലം, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് ഈ നോമ്പുകാലത്ത് പണ്ടൊക്കെ ആളുകൾ പള്ളിയിൽ പോയി കഞ്ഞി കൊണ്ടുതരുമായിരുന്നു. അങ്ങനെ ആളുകൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ എല്ലായിടത്തുമുണ്ട്. അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾക്ക് കൊണ്ടുതരുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത്തിരി പ്രസാദം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കും. അവരത് സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി വാങ്ങിച്ച് കഴിക്കുകയും സന്തോഷത്തോടുമൊക്കെ ജീവിക്കുകയും ചെയ്യാം. എന്തായാലും ഈ നോമ്പുകാലത്ത് ഇത്തരത്തിലുള്ള ധാരാളം നല്ല കാഴ്ചകൾ, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനെ സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.